everyone and I'm welcoming you all to today's session. Teachers Academyയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഏപ്രിൽ നടന്ന കേട്ടറ്റ് എക്സാമിലെ സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിനു ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആനിമിസം, ഓപ്ഷൻ ബി സ്വയം കേന്ദ്രീകൃത മനോഭാവം, ഓപ്ഷൻ സി സെൻട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി തിരിച്ച് ചിന്തിക്കുക. നമുക്കറിയാം ഈ ചോദ്യം പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെ, വൈജ്ഞാനിക വികാസ തലത്തിലുള്ള നമുക്കറിയാം സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര സ്റ്റേജസ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? 4ഓളം സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം, അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയും. രണ്ടാമത് വരുന്നത് മനോവ്യാപാര പൂർവഘട്ടം, നമ്മൾ ഇംഗ്ലീഷിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയും. മൂന്നാമത് വരുന്നത് മൂർത്ത മനോവ്യാപാര പൂർവഘട്ടം, അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്. ദെൻ ഫൈനലി വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അഥവാ ഔപചാരിക മനോവ്യാപാര പൂർവഘട്ടം എന്നിങ്ങനെ 4 സ്റ്റേജസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പം അതിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ ചോദ്യം ഇതാണ്, അതായത് കുട്ടിക്ക് നീളമുള്ള പാത്രവും പരന്ന പാത്രത്തിലും ഐസ്ക്രീം കൊടുത്താൽ കുട്ടി തിരഞ്ഞെടുക്കുന്നത് നീളമുള്ള പാത്രത്തെയാണ്. അപ്പം ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരെന്താണ്? നോക്കൂ, ഇതില് ആനിമിസം ആണോ? എന്താണ് ഈ ആനിമിസം എന്ന് പറയുന്നത്? അതെ, അതില് നമുക്കറിയാം ഈ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് സവിശേഷതകൾ പഠിക്കുന്നുണ്ട്. അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years, 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ മനോവ്യാപാര പൂർവഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അതിൽ നമ്മൾ പഠിക്കുന്ന ചില പ്രത്യേകതകളാണ് ആനിമിസം, സെൻട്രേഷൻ, ഈഗോ സെൻട്രിസം തുടങ്ങിയവയൊക്കെ. അതിൽ ആദ്യത്തേതാണ് നമ്മൾ അനിമിസം എന്ന് പറയുന്നത്. അനിമിസം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ളതുപോലെ കുട്ടി പെരുമാറും. നമുക്കറിയാം ഈ ചെറിയ മക്കളെ കയ്യിലൊക്കെ പാവയോടൊക്കെ അവർ സംസാരിക്കുന്ന കാണാം അല്ലെ, പാവയ്ക്ക് ഫീഡ് ചെയ്യുന്നത് കാണാം, പാവയ്ക്ക് ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുക്കുന്നത് കാണാം, പാവയോട് സംസാരിക്കുന്നത് കാണാം. തുടങ്ങി ഈ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളവയുടെ സവിശേഷതകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആനിമിസം എന്ന് പറയുന്നത്. കുട്ടിയിൽ വളരെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു സവിശേഷതയാണിത്. ഇനി അതായിരിക്കുമോ ഈ ചോദ്യത്തിന്റെ ഉത്തരം? അല്ല. രണ്ടാമതാണ് സ്വയം കേന്ദ്രീകൃത മനോഭാവം. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഈഗോ സെൻട്രിസം എന്നാണ് വിളിക്കുക. ഈ ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കുട്ടി തൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമേ കുട്ടി എന്ത് ചെയ്യൂ, ചിന്തിക്കൂ. ഇല്ലേ, നമ്മളിപ്പം ചെറിയ മക്കളോട് അതായത് നിങ്ങൾ ചിന്തിക്കണം, പ്രായം വരുന്നത് 7 to 11 years ആണ്. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അതായത് തങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാത്രമേ കുട്ടി എന്ത് ചെയ്യൂ, ചിന്തിക്കൂ. ഇപ്പം എനിക്ക്, എൻ്റെത്, ആ ഒരു ചിന്താഗതിയായിരിക്കും കുട്ടിക്ക് വരിക. അപ്പം അതിനെ നമ്മൾ ഈഗോ സെൻട്രിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. അടുത്തതാണ് സെൻട്രേഷൻ. എന്താണ് ഈ സെൻട്രേഷൻ? സെൻട്രേഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം വിവിധ തരം പ്രത്യേകതകളുള്ള ഒരു വസ്തു, ആ വസ്തുവിൻ്റെ ഒരു പ്രത്യേകതയെ മാത്രം കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ സെൻട്രേഷൻ എന്ന് പറയാം. അപ്പം ഇവിടെ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഒരു വീതിയുള്ള ഒരു ഗ്ലാസ്, അതേപോലെ നീളത്തിലുള്ള മറ്റൊരു ഗ്ലാസ്. അപ്പം വീതിയുള്ളൊരു ഗ്ലാസ് എന്നാൽ ഹൈറ്റ് കുറവാണ്, രണ്ടാമത് നല്ല ഹൈറ്റുള്ള ഗ്ലാസ് എന്നാൽ അതിന് വീതി കുറവാണ്. അപ്പം ഇതിൽ രണ്ടിലും നമ്മൾ ജ്യൂസ് നിറയ്ക്കുന്നു എന്ന് വിചാരിക്കൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, രണ്ടിലും ഒരേ അളവാണ് ജ്യൂസ് കൊള്ളുക, കാരണം ഇതിന് വീതി കുറവാണ് പക്ഷെ ഇതിന് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ആവുമല്ലോ. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചിന്തിക്കാൻ നീളം കൂടിയതിലാണ് കൂടുതൽ ജ്യൂസ് ഉണ്ടാവുക എന്ന് കരുതി കുട്ടി എന്ത് ചെയ്യും?
ആ നീളം കൂടിയ കപ്പായിരിക്കും തിരഞ്ഞെടുക്കുക. അതായത് ഈ നീളം, വീതി, ഏരിയ, വിസ്തീർണം തുടങ്ങിയ ഒരുപാട് സവിശേഷതകൾ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നെങ്കിലും കുട്ടിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ കുട്ടി ചിന്തിക്കുക ഈ നീളമായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ സെൻട്രേഷൻ എന്ന് പറയുക. അപ്പം ഇതായിരിക്കുമോ ഇവിടുത്തെ ചോദ്യത്തിനുള്ള ഉത്തരം? തീർച്ചയായും ഇത് തന്നെയാണ് അല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല, തിരിച്ച് ചിന്തിക്കുക. അതായത് റിവേഴ്സ് തിങ്കിങ്. അത് നമുക്ക് എന്താന്ന് പറയാം. അപ്പം നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ, കണ്ടു ഇവിടെ 5 വയസ്സാണ് അല്ലേ, 2 to 7 years ആണ് ഇവിടെ നമ്മുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ആ കുട്ടിയുടെ ഏജ് വരിക, അതായത് മനോവ്യാപാര പൂർവ്വഘട്ടത്തിൽ വരിക. നോക്കൂ, കുട്ടി എന്ത് ചെയ്യും? നീളമുള്ള പാത്രം തിരഞ്ഞെടുക്കും. അപ്പൊ പിയാഷെയുടെ സെൻട്രേഷൻ എന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷനും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ജീൻ പിയാഷെയുടെ വിജ്ഞാനാത്മക വികാസ സിദ്ധാന്തം പ്രകാരം, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രകാരം, ഒരു വസ്തുവിന്റെ പല സവിശേഷതകളിൽ, അതെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വസ്തുവിന്റെ ഒന്ന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റു വശങ്ങളെ അവഗണിക്കുന്ന പ്രവണതയെയാണ് നമ്മൾ സെൻട്രേഷൻ എന്ന് പറയാം. നമ്മൾ നേരത്തെ വീതിയുള്ളതും എന്നാൽ വീതി കൂടി നീളം കുറഞ്ഞ ഒരു കപ്പും ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു കപ്പും വെച്ചാൽ കുട്ടി ഇതിന്റെ നീളം, വീതി, വിസ്തീർണത്തിനെ പറ്റിയൊന്നും കുട്ടി ചിന്തിക്കില്ല. കുട്ടി ആ ഹൈറ്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു വശങ്ങളെ അവഗണിക്കുന്ന പ്രവണതയെയാണ്, അതായത് മറ്റു വശങ്ങളെ അവഗണിക്കുന്ന പ്രവണതയെയാണ് സെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കുട്ടി ഐസ്ക്രീമിന്റെ അളവിനേക്കാൾ, അതായത് ഐസ്ക്രീമിന്റെ വോളിയത്തിനേക്കാൾ പാത്രത്തിന്റെ ഉയരം എന്നൊരൊറ്റ കാര്യത്തിൽ മാത്രമേ കുട്ടി എന്ത് ചെയ്യൂ? ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ. സോ അപ്പൊ കുട്ടി കരുതും നീളമുള്ള പാത്രത്തിലാണ് കൂടുതൽ വസ്തുക്കൾ കൊള്ളുക എന്ന് കുട്ടി കരുതും. സോ ഈ പ്രീ ഓപ്പറേഷണൽ ഘട്ടം, അതാ മനോവ്യാപാര പൂർവ്വഘട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോ ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടികളാണ് പ്രധാനമായിട്ടും ഇത് പ്രകടമാക്കുക. സോ ഈ കുട്ടികൾക്ക് ഒരു വസ്തുവിന്റെ രൂപം മാറിയാലും അതിന്റെ അളവ് മാറും. അതായത് നമ്മൾ കൺസർവേഷൻ എന്ന ടെക്നിക്കൽ ടേം ആണ് ഇവിടെ യൂസ് ചെയ്യുക. സോ അതായത് രൂപം മാറിയാലും അളവ് മാറില്ല, അതായത് കൺസർവേഷൻ എന്ന് പറയും. ആ ഒരു കാര്യം പെർസെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർസെപ്ഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവില്ല. നോക്കൂ, സോ ഓപ്ഷൻ എയിലെ അനിമിസം എന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ഉണ്ടെന്ന് കരുതുന്നതാണ്. നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഓപ്ഷൻ ബിയിലെ ഈഗോസെൻട്രിസം അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത മനോഭാവം, നമ്മൾ അതും ഡിസ്കസ് ചെയ്താണ്. അതായത് മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല. തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമാണ് കുട്ടി എന്ത് ചെയ്യൂ, ചിന്തിക്കുകയുള്ളൂ. പിന്നെ ഓപ്ഷൻ ഡിയിലെ തിരിച്ച് ചിന്തിക്കുക അഥവാ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മുടെ ചെറിയ മക്കളോട് 3ഉം 4ഉം എത്രയാണെന്ന് ചോദിച്ചാൽ അവർ 7 എന്ന് പറയും. എന്നാൽ ഇതേ കുട്ടിയോട് 7ന്ന് 3 കുറച്ചാൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ കുട്ടി കുറച്ചിങ്ങനെ ചിന്തിച്ചിരിക്കും. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ റിവേഴ്സ് ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു കഴിവ് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? സോ അപ്പം ഇതിന്റെ ഉത്തരം ഏതാണ്? സെൻട്രേഷൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ നിന്ന്, അതിൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വന്ന ഒരു ചോദ്യമാണ്. അപ്പം നിർബന്ധമായിട്ടും ഈ ഏരിയ എക്സാമിന് പോകുന്നതിന് മുന്നേ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കൂ. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ എന്താണ് ഇതിന്റെ കാരണം? സോ 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായിട്ട് പിടിച്ചിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഇതേ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നു? പെൻസിൽ കറക്റ്റ് പിടിച്ച് അത് എഴുതുന്നു. എന്താണ് ഇതിന് കാരണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അവന്റെ പഠനാന്തരീക്ഷമാണോ? ഓപ്ഷൻ ബി അവന്റെ പഠന വേഗമാണോ? ഓപ്ഷൻ സി അവന്റെ പഠന ശൈലിയാണോ? ആൻഡ് ഓപ്ഷൻ ഡി പഠനത്തിനുള്ള അവന്റെ പരിപക്വനമാണോ? നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് വന്നൊരു ചോദ്യമാണല്ലേ ഇത്. അപ്പം ആ ഏരിയയും നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് പോകുന്നതിന് മുന്നേ പഠിച്ചു വെക്കണം. അപ്പം നോക്കൂ, പഠനാന്തരീക്ഷം എന്താണ്? ഓപ്ഷൻ എയിലെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം. പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പുറത്തു നിന്ന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇല്ലേ, അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവനെ സ്വാധീനിക്കുന്ന
ഘടകങ്ങളാണ് അവൻ്റെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത്. അവൻ്റെ അധ്യാപകർ, അധ്യാപികമാർ, അവൻ്റെ സ്കൂള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പഠനാന്തരീക്ഷത്തിൽ വരും. അതും കുട്ടി ആ പേന പിടിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആവാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല. ഓപ്ഷൻ എ ആയിരിക്കില്ല അല്ലേ? രണ്ടാമത്തെ അവന്റെ പഠനത്തിന്റെ വേഗം. അതെ, പഠനത്തിന്റെ വേഗം എന്നതും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അവൻ, അതായത് ഓരോ കുട്ടിക്കും ഓരോ വേഗത്തിലായിരിക്കില്ലേ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. എന്നാൽ ഇവിടെ ഒരു 3-5 വയസ്സ്, അപ്പം അത്രയും ഗ്യാപ്പ് വരുമ്പം ഒരിക്കലും പഠന വേഗവും ആവാനുള്ള സാധ്യതയില്ല. പിന്നെ അവൻ്റെ പഠന ശൈലി, അല്ലെ, അവൻ ഏത് രീതിയിലാണ് പഠിക്കുന്നത്, അപ്പം അത് പ്രകാരമായിരിക്കുമോ ഒരു കുട്ടിക്ക് ഈ ഒരു എബിലിറ്റി വരിക? അതാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി നമുക്ക് അവസാനത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പഠനത്തിനുള്ള അവൻ്റെ പരിപക്വനം ഒന്ന് നോക്കിയാലോ. നോക്കൂ, ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പരിപക്വനം അഥവാ മെച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? ശാരീരികവും മാനസികവുമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, അതായത് സ്വാഭാവികമായി സംഭവിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ പരിപക്വനം അഥവാ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പൊ എഴുതുക എന്ന പ്രവൃത്തിക്ക് നമുക്കറിയാം കയ്യിലെ വിരലുകളും പേശികളും ഒക്കെ തുല്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഏകോപനം വളരെ അത്യാവശ്യമാണല്ലേ. നമ്മളൊരു പേന പിടിക്കുക എന്ന് പറയുന്നത് നമ്മളെ വിരലുകളുടെയും പേശികളുടെയും ഒക്കെ ഒരു ഏകോപനപരമായ പ്രവൃത്തി കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. സോ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് അത്. അപ്പൊ 3 വയസ്സുള്ളപ്പോൾ കുട്ടികളുടെ ഈ പേശികൾ ഒരു പെൻസിൽ നിയന്ത്രിച്ച് എഴുതാനുള്ള അത്രയും എന്തില്ല, പാകപ്പെടില്ല. ഒരു പെൻസിൽ പിടിക്കാനുള്ള അത്രയും അവൻ്റെ പേശികൾ അല്ലെങ്കിൽ അവളുടെ പേശികൾ ആ സമയത്ത് പാകപ്പെടില്ല. 3 വയസ്സല്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അത് അതിനാവശ്യമായിട്ടുള്ള ഒരു പക്വത ആ സമയത്ത് അക്വയർ ചെയ്തിട്ടില്ല. അടുത്ത് നോക്കൂ, പ്രായമാകുന്നതിനനുസരിച്ച് ജൈവികമായി ഉണ്ടാകുന്ന ഈ വികാസം ഒരു മുൻകൂർ വ്യവസ്ഥയായി പ്രവർത്തിക്കുന്നു. അപ്പം നമുക്കറിയാം ഒരു പരിപക്വനം, മെച്ചുറേഷൻ സംഭവിക്കാണ്ട്, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ഒരു മെച്ചുറേഷൻ സംഭവിക്കാണ്ട് നമ്മൾ എന്തൊക്കെ ഈ കുട്ടിയെ പരിശീലിപ്പിച്ചാലും കുട്ടിക്ക് പേന പിടിക്കാൻ എന്ത് ചെയ്യില്ല, പേന പിടിച്ച് വൃത്തിക്ക് എഴുതാനുള്ള കഴിവുണ്ടാവില്ല. സോ 5 വയസ്സാകുമ്പോൾ കുട്ടിയുടെ പേശി യഥാർത്ഥ രീതിയിൽ വളരുകയും അവ കരുത്തും വയക്കവും പക്വതയുള്ളവയുമായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പം ഇവിടെ ഏതായിരിക്കും വരിക? ബാഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസിനൊക്കെ അപ്പുറം കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജൈവികമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് കുട്ടിക്ക് ഇത് സാധ്യമാകുന്നത്. അപ്പം ഇവിടെ അവസാനത്തെ ഓപ്ഷനായിട്ടുള്ള പഠനത്തിനുള്ള അവൻ്റെ പരിപക്വനമാണ് എന്തായിട്ട് വരിക, ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആയില്ലേ? ഈ ചോദ്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നോക്കൂ, സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ ZPD എന്ന ആശയം രൂപപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ വിഗോട്സ്കി, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി നോം ചോംസ്കി ആൻഡ് ഓപ്ഷൻ ഡി ബ്രൂണർ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? നമ്മളിത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാറുണ്ട്. അപ്പം ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ആരെ ആൻസർ പറയണം? വിഗോട്സ്കി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. എന്താണ് ഈ ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? നമുക്കറിയാം ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ, അല്ലെ, പ്രധാനമായിട്ടും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വിഗോട്സ്കി പറയുന്നത് നമ്മൾ ഒരു മോർ മെച്വേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുക, നോളജ് അക്വയർ ചെയ്യുക. അതായത് നമ്മളെക്കാളും അറിവുള്ള മറ്റൊരു മുതിർന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് നമ്മൾ അറിവ് ആർജിച്ചെടുക്കുകയാണ് ചെയ്യുക. സോ നമുക്കറിയാം നമുക്കൊരു കറണ്ട് എബിലിറ്റി ലെവൽ ഉണ്ടാവും. നമുക്ക് CAL എന്ന് ഷോർട്ടാക്കി വിളിക്കാം. അതായത് നമുക്ക് നിലവിൽ അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് നിലവിലുള്ള നോളജ്, ഈ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്ന് നമ്മളെ മാക്സിമത്തിലേക്ക് എത്തിക്കുക. അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. സോ കറണ്ട് എബിലിറ്റി ലെവൽ ഉണ്ട്, പിന്നെയോ ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ ഉണ്ട്. അപ്പം ഈ കറണ്ട് എബിലിറ്റി ലെവലിനും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും ഇടയിലുള്ള ഈ ഒരു മേഖലയ്ക്ക് പറയുന്ന പേരാണെന്ത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്ന് നമ്മളെ ഒരു സ്കഫോൾഡിങ്ങുമായി അല്ലെങ്കിൽ നമ്മളെ കൈത്താങ്ങായിട്ട്, ഇപ്പം നമ്മൾ അധ്യാപകരായിരിക്കാം മിക്കവാറും, അപ്പം അവരുടെയൊക്കെ അല്ലെങ്കിൽ ഒരു മോർ മെച്വേർഡ് പേഴ്സൺ ആരുമാവാം, ആ ഒരു ആളുടെ ഹെൽപ്പോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഏറ്റവും മാക്സിമം, അതായത്
പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തുന്നു. ഇതാണ് വൈഗോട്സ്കി ഇവിടെ പറയുന്നത്. അപ്പോൾ സെറ്റ് പി ഡി ക്ലിയർ ആയില്ലേ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ആരാണ്? വിഗോട്സ്കി ആണ്. നോക്കൂ, റഷ്യൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന ലേ വിഗോട്സ്കി ആണ് സമീപസ്ഥ വികാസ മണ്ഡലം, അതെ എന്താണ് അതിന്റെ മലയാളം? സമീപസ്ഥ വികാസ മണ്ഡലം എന്ന വിപ്ലവകരമായ ആശയം അവതരിപ്പിച്ചത്. ഒരു കുട്ടിക്ക് സഹായമില്ലാതെ സ്വന്തം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും എന്നാൽ മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. അതായത് കറണ്ട് എബിലിറ്റി ലെവലിനും, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കറണ്ട് എബിലിറ്റി ലെവലിനും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും ഇടയിലുള്ള ആ ഒരു ഭാഗം. അപ്പൊ ഏതാ? വൈഗോട്സ്കി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിഗോട്സ്കി ഓർ വൈഗോട്സ്കി, യു ക്യാൻ പ്രൊനൗൺസ് either. സോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ ചോദ്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചാക്രിക പാഠ്യ പദ്ധതി അഥവാ സ്പൈറൽ കരിക്കുലം നിർദ്ദേശിച്ചതാരും? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമല്ല. ഇതും നമുക്കറിയാം, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് മൊഡ്യൂള് നമ്മുടെ വളർച്ചയും വികാസവും പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ആരാ? പിയാഷെ ആണോ? അല്ല. വൈഗോട്സ്കി ആണോ? അല്ല. കോഹ്ലർ ആണോ? പിന്നെ ആരാ? ബ്രൂണർ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കിയാലോ? നോക്കൂ, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന ജെറോം എസ് ബ്രൂണർ ആണ് ചാക്രിക പാഠ്യ പദ്ധതി അഥവാ സ്പൈറൽ കരിക്കുലം എന്ന ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് വിചാരിച്ചാൽ മതി. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ സോഷ്യൽ സയൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം 5ലെ കുട്ടിക്ക് നമ്മൾ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ എന്താ പറയുക? സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയും. പിന്നെ ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. എന്നാൽ ഇതേ കുട്ടി ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതേ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ ഹിസ്റ്ററി പഠിക്കും ഇല്ലേ? അദ്ദേഹം ആഫ്രിക്കയിൽ പോയതും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യ സമരങ്ങൾ, പിന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾ, പിന്നെ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കൂടി ഇല്ലേ? ഇതേ കാര്യം നിങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ലെവല് കൂടി. എന്നാൽ ഇതേ കുട്ടി ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴോ കാര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കപ്പെടും അല്ലേ? നമ്മൾ അവിടെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിക്കും. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. ഗാന്ധിജിയുടെ മുഴുവൻ ഹിസ്റ്ററിയും മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളും പ്രസ്ഥാനങ്ങളും തുടങ്ങി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറുതിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ അതിനെ തന്നെ കണക്ട് ചെയ്ത് വലിയ വലിയ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് പഠിക്കും. ഒരു സ്പൈറല് പോലെ അല്ലേ? അതിനാണ് നമ്മളിവിടെ ചാക്രിക പാഠ്യ പദ്ധതി എന്ന് പറയാം. നമ്മുടെ സിലബസ് ഒക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ ഈ ഒരു രീതി കൺസിഡർ ചെയ്തിട്ടാണ് ഫ്രെയിം ചെയ്യുക. അതായത് ഇവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ അതിനെ കുറച്ചുകൂടെ വലുതാക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽഡ് ആക്കി തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ പഠിക്കുന്നു. അതേ കാര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ പഠിക്കുന്നു. അപ്പം ഇതാണ് ഈ ചാക്രിക പാഠ്യ പദ്ധതി എന്ന ആശയത്തിന്റെ കാതൽ. അപ്പം ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജെറോമസ് ബ്രൂണർ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? നോക്കൂ, ഓരോ തവണയും വിഷയം ആവർത്തിക്കുമ്പോൾ കൂടുതൽ ആഴത്തിലും പരപ്പിലും വിവരങ്ങൾ നൽകുന്നു. ഇത് മുൻപ് പഠിച്ച കാര്യങ്ങൾ ദൃഢപ്പെടുത്താനും പുതിയ അറിവുകൾ അതുമായി ബന്ധപ്പെടുത്താനും കുട്ടിയെ സഹായിക്കും. അപ്പം സ്പൈറൽ കരിക്കുലം അഥവാ ചാക്രിക പാഠ്യ പദ്ധതിയും ജെറോമസ് ബ്രൂണറും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ പുരോഗമനോന്മുഖമായ അഥവാ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ മാർഗമായി കണക്കാക്കാത്തതേത്? അതെ, ചോദ്യം ഇതാണ്. ഇതിൽ കണക്കാക്കാത്തത് ഏത് എന്നാണ് ചോദ്യം. കണക്കാക്കാത്തത് ഏത്? പ്രശ്ന പരിഹാരം, നമ്മൾ ഇംഗ്ലീഷിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. അതെ, ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ അല്ലെങ്കിലോ നിരൂപണപരമായ ചിന്തയാണോ? സംഘപ്രയത്നം അല്ലെ, കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കൊളാബറേറ്റീവ് ലേണിംഗ് ആണോ? പിന്നെയോ ഉരുവിട്ട് പഠനം, അതായത് റോട്ട് മെമ്മറൈസേഷൻ, നമ്മൾ ബൈഹാർട്ട് പഠിക്കുക എന്ന് പറയില്ലേ,
അതാണോ? അപ്പം വളരെ സിമ്പിളായ ചോദ്യമാണ് അല്ലേ? എന്തായാലും പ്രശ്നപരിഹാരം ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല, നിരൂപണപരമായിട്ടുള്ള ചിന്ത അനലറ്റിക്കൽ ആയിട്ടുള്ള തിങ്കിങ് അല്ല, സംഘപ്രയത്നം കൊളാബറേറ്റീവ് ലേണിംഗും അല്ല. പിന്നെ ഏതാണ് വരിക? അതെ, ഉരുവിട്ട് പഠനം. ഇതൊരു എന്താ പറയുക, ഒരു ഓൾഡ് ഫാഷൻ ആണ്. നമ്മളിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു കോമ്പണൻ്റ് ആയിരിക്കില്ല. നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽ നോക്കിയാലോ? നോക്കൂ, ജോൺ ഡ്യൂ. അതെ, ഇതിന് പ്രധാനമായിട്ടും ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനും അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന തിയറിസ്റ്റ് ആണ് ജോൺ ഡ്യൂ. അപ്പം അതൊന്ന് ഓർത്തു വെക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ സജീവമായ പങ്കാളിത്തത്തിനും അനുഭവങ്ങൾക്കും പരിഗണന നൽകുന്ന ഒന്നാണ് നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അഥവാ പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ കുട്ടിയുടെ എക്സ്പീരിയൻസ് അനുഭവങ്ങൾക്കും അതേപോലെ തന്നെ കുട്ടിയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തത്തിനുമാണ് എന്ത് കൊടുക്കുക? പ്രാധാന്യം നൽകുക. അപ്പൊ ഈ രീതിയിൽ പഠനം എന്നത് കേവലം ഒരു അറിവ് ശേഖരിക്കലല്ല, ഒരു മിയർ അക്വയറിങ് നോളജ് അല്ല പഠനം. നമ്മളിങ്ങനെ അറിവ് ശേഖരിക്കലല്ല, മറിച്ച് സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഇടപഴകലുകളും നമ്മുടെ അനുഭവങ്ങളും നമ്മൾ അക്വയർ ചെയ്ത നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കഴിവും കൂടെയാണ് എന്ത് പറയുന്നത്? പഠനം എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ഓപ്ഷൻ എയിലെ പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിങ്, ഞാൻ മുന്നേ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ് മാർക്ക് ചെയ്തത്. അത് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല, അത് പ്രോബ്ലം സോൾവിങ് ആണ്. സോ പ്രശ്നപരിഹാരത്തിന്റെ ഇംഗ്ലീഷ് വരുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പം പ്രശ്നപരിഹാരം കുട്ടികളുടെ ഒരു അന്വേഷണ ബുദ്ധിയും അതുപോലെ തന്നെ യുക്തിയും വളർത്താൻ എന്ത് ചെയ്യും? സഹായിക്കും. ഇനി ഓപ്ഷൻ ബിയിലെ നിരൂപണപരമായ ചിന്ത അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, നിരൂപണപരമായ ചിന്ത അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് കാര്യങ്ങളെ വിശകലനം ചെയ്യാനും മാത്രമല്ല നമ്മൾ ഈ വിശകലനം ചെയ്ത കാര്യങ്ങളെ സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കാനും കുട്ടിയെ എന്ത് ചെയ്യും? സഹായിക്കും. അപ്പൊ ഇതും ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും അതെ. ഇനി അടുത്തതോ, ഓപ്ഷൻ സിയിലെ സംഘപ്രയത്നം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്നത് നമ്മുടെ സാമൂഹിക സോഷ്യൽ ലേണിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു തിയറിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താ? ഇപ്പൊ നമ്മളെ സാമൂഹിക ഗുണങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയ ശേഷിയും വളർത്തുന്നതാണ് നമ്മുടെ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പിയർ, നമ്മളെ സെയിം ഏജ് ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഒരേ ലക്ഷ്യത്തിന് മുന്നേറുന്ന ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം ഇവിടെ ഓപ്ഷൻ ഡിയിലെ ഉരുവിട്ട് പഠനം അഥവാ റോഡ് മെമ്മറൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും ചിന്താശേഷിക്കൊക്കെ എന്തെങ്കിലും പ്രാധാന്യമുണ്ട്. നമ്മളൊരു കാര്യം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുമ്പം കുട്ടിയിൽ പ്രത്യേകിച്ച് അതായത് പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കില്ല. അപ്പോൾ അവിടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിക്കും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒന്നും ഒരു റോളില്ല. അപ്പം തീർച്ചയായിട്ടും ഇവിടെ കണക്കാക്കാത്തത് ഏത് തന്നെയാണ്? അതെ, നമ്മുടെ ഓപ്ഷൻ ഡിയിലെ ഉരുവിട്ട് പഠനമാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. അൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ഓപ്ഷൻ എ മുഖ്യ സവിശേഷകം അഥവാ കാർഡിനൽ ട്രേറ്റ്, ഓപ്ഷൻ ബി മധ്യമ സവിശേഷകം അഥവാ സെൻട്രൽ ട്രേറ്റ്, ഓപ്ഷൻ സി സ്രോതസ് സവിശേഷകം അഥവാ സോഴ്സ് ട്രേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ദ്വിതീയ സവിശേഷകം അഥവാ സെക്കൻഡറി ട്രേറ്റ്. അതെ, അൽപോർട്ടിന്റെ ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന മൊഡ്യൂളിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? നോക്കൂ, ഗോർഡൻ അൽപോർട്ടിന്റെ വ്യക്തിത്വ സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും സ്വാധീനിക്കുകയും അയാളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് തിരിച്ചറിയാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സവിശേഷകമാണ് അയാളുടെ ട്രേറ്റ് അഥവാ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫസ്റ്റ് കാര്യം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളിപ്പം ശശി തരൂരിനെ പറ്റി പറയുന്നു, അപ്പം നമുക്ക് ഫസ്റ്റ് വരിക അയാളുടെ ഇംഗ്ലീഷ് അല്ലെ ഒറേറ്റിംഗ് സ്കിൽ ഇൻ ഇംഗ്ലീഷ് ആണ് അല്ലേ? അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പം ഗാന്ധിജി എന്ന് പറയുമ്പോൾ നോൺ വയലൻസ്, അഹിംസ. അപ്പം
ഒരാളെ നമ്മൾ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന ആ കാര്യത്തെയാണ് നമ്മൾ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയാം, അഥവാ മുഖ്യ സവിശേഷകം എന്ന് മലയാളത്തിൽ പറയും. ഇപ്പോൾ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ പ്രബലമായ സ്വഭാവ ഗുണമാണിത്. ഇപ്പൊ ചാർലി ചാപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരെ ഏതാ? അയാളുടെ നർമ്മം അഥവാ ഹ്യൂമർ സെൻസ് ആണല്ലേ. അപ്പം ഇവിടെ തീർച്ചയായും അത് അയാളുടെ എന്തായിരിക്കും? കാർഡിനൽ ട്രെയ്റ്റ് തന്നെയായിരിക്കില്ലേ, മുഖ്യ സവിശേഷകം തന്നെയായിരിക്കില്ലേ. അപ്പം അതിനു മുന്നേ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിവിധ തരം ട്രെയ്റ്റ് ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ എത്ര തരം ട്രെയ്റ്റുകൾ ഉണ്ട് എന്ന് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ട്രെയ്റ്റിനെ നമ്മൾ വിശേഷകം എന്ന് മലയാളത്തിൽ പറയും. എന്താ ട്രെയ്റ്റിനെ പറയാം? നമ്മൾ വിശേഷകം എന്നാണ് ട്രെയ്റ്റിനെ മലയാളത്തിൽ പറയാം. ഇവിടെ പേഴ്സണൽ ഡിസ്പൊസിഷൻ അഥവാ മലയാളത്തിൽ വൈയക്തിക ചിത്തവൃത്തി എന്ന ടേം ആൽപോർട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പേഴ്സണൽ ഡിസ്പൊസിഷൻ. പേഴ്സണൽ ഡിസ്പൊസിഷൻ അഥവാ വൈയക്തിക ചിത്തവൃത്തി എന്ന പദം ആൽപോർട്ടുമായിട്ടാണ്, ഗോർഡൻ ആൽപോർട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ ഈ ട്രെയ്റ്റുകളെ, അപ്പോൾ ഒരു വ്യക്തിക്ക് യുണീക്ക് ആയിട്ടുള്ള വിശേഷകങ്ങളെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വേർതിരിച്ച് അയാളെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം ഇയാളുടെ ഈ ട്രെയ്റ്റ് കൊണ്ടായിരിക്കാം. ഈ ട്രെയ്റ്റിനെ അദ്ദേഹം 3 ക്ലാസിഫൈ ചെയ്തു. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? ട്രെയ്റ്റിന്റെ മലയാളം വിശേഷകം എന്നാണ് അദ്ദേഹം 3 ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ വരുന്നത് കാർഡിനൽ ട്രെയ്റ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷകം, അല്ലെങ്കിൽ നമ്മൾ പ്രമുഖ സവിശേഷകം എന്നൊക്കെ പറയും. ഈ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന അയാളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നോൺ വയലൻസ് വരും, ഇല്ലേ, അഹിംസ വരും. അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരിക അയാളുടെ ഹ്യൂമർ സെൻസ് ആണ്, അല്ലേ, നർമ്മമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ ഇപ്പൊ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഫിലിം, അവരുടെ ഒരു ആക്ടിങ് സ്കില്ലാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ഒരാളിൽ പ്രധാനമായി പ്രകടമാകുന്ന ആ ഒരു മുഖ്യമായ സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുക, ആ പേര് തന്നെ ഉണ്ട്, കാർഡിനൽ ട്രെയ്റ്റ് അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത. ഈ ഒരു കാർഡിനൽ ട്രെയ്റ്റ് ആ വ്യക്തിയിൽ ശക്തമായി കാണപ്പെടുന്ന ഒരു സവിശേഷതയായിരിക്കും. അത് ശക്തമായി ഈ ഒരു സ്വഭാവ ഗുണമായിരിക്കും ആ വ്യക്തിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. സോ ഫസ്റ്റ് വൺ വരുന്നതാണ് കാർഡിനൽ ട്രെയ്റ്റ്. മലയാളത്തിൽ നമ്മൾ മുഖ്യ സവിശേഷകം എന്ന് പറയും. ഇനി രണ്ടാമത്തെ വരുന്നതാണ് സെൻട്രൽ ട്രെയ്റ്റ്. നമ്മൾ മലയാളത്തിൽ അതിനെ കേന്ദ്രീയ സവിശേഷകം എന്ന് പറയും. അതായത് ഒരു വ്യക്തിയെ നമ്മൾ സാമാന്യമായിട്ട് വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സെൻട്രൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ മലയാളത്തിൽ നമ്മൾ കേന്ദ്രീയ സവിശേഷകം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, അവരുടെ ദയ, സത്യസന്ധത, ഹോണസ്റ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കേന്ദ്രീയ സവിശേഷകത്തിലാണ് വരിക. അപ്പം നമ്മൾ ഒരാളെ പറ്റി നല്ല ദയയുള്ള ആളാ, അങ്ങനെ സാമാന്യമായിട്ട് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സെൻട്രൽ ട്രെയ്റ്റ് അഥവാ കേന്ദ്രീയ സവിശേഷകത്തിൽ വരിക. ഇനി മൂന്നാമത്തതാണ് സെക്കൻഡറി ട്രെയ്റ്റ്. അപ്പൊ ഈ സെക്കൻഡറി ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകമൊന്നുമല്ല. അതായത് എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡിനോട്, ചില ഭക്ഷണങ്ങളോടുള്ള നമ്മളെ ഇഷ്ടം, ചില ഡ്രസ്സിങ് സ്റ്റൈലിനോടുള്ള നമ്മളുടെ ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡറി ട്രെയ്റ്റിൽ വരിക. ഇത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളെ അല്ല. അപ്പം 3 തരം ട്രെയ്റ്റുകളാണുള്ളത്. ട്രെയ്റ്റിന്റെ മലയാളമാണ് വിശേഷകം.
ഫസ്റ്റ് വണ് കാർഡിനൽ ട്രേറ്റ് അഥവാ മുഖ്യ സവിശേഷകമാണ്. സെക്കൻഡ് വൺ സെൻട്രൽ ട്രേറ്റ് അഥവാ കേന്ദ്രീയ സവിശേഷകമാണ്. തേർഡ് വൺ വരുന്നത് സെക്കൻഡറി ട്രേറ്റ് ആണ്. അപ്പം ഇതിൽ കാർഡിനൽ ട്രേറ്റ് ആണ് ഒരു വ്യക്തിയിൽ ശക്തമായി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന കാര്യം. രണ്ടാമതാണ് സെൻട്രൽ ട്രേറ്റ്, അയാളുടെ ദയ, അതുപോലെ തന്നെ സത്യസന്ധത, ലവ്, കെയറിങ്, ഇതൊക്കെ എന്തിലാണ് വരിക? ഈ ഒരു സെൻട്രൽ ട്രേറ്റിലാണ് വരിക. പിന്നെ സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത് അതത്ര ശക്തമായിട്ട്, അതായത് ഒരാളുടെ ക്യാരക്ടറിൻ്റെ അവിഭാജ്യ ഘടകങ്ങളൊന്നും അല്ല. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓപ്ഷൻ ബിയിലെ മധ്യമ സവിശേഷകം അഥവാ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വത്തിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. നമ്മൾ പറഞ്ഞു സത്യസന്ധത, ദയ, ഇതൊക്കെ മിക്കവരിലും ഒരു 5 മുതൽ 10 വരെയൊക്കെ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കാം. ഓപ്ഷൻ ഡിയിലെ ദ്വിതീയ സവിശേഷകം അഥവാ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പുറത്തു വരുന്ന സ്വഭാവങ്ങളെയാണ് നമ്മൾ പറയുക. നോക്കൂ, ഭക്ഷണത്തിനോടുള്ള താല്പര്യം, വസ്ത്രധാരണ രീതികൾ തുടങ്ങിയവയൊക്കെ ഇതിലാണ് വരിക. ഇനി ഓപ്ഷൻ സിയിലെ സ്രോതസ് സവിശേഷകം അഥവാ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് ഇത് അൽപോർട്ടിന്റെ അല്ല, ഇത് റെയ്മണ്ട് കാറ്റലിന്റെ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. അതെ, അപ്പൊ അൽപോർട്ടിന്റെ ഏത് ട്രേറ്റ് ആയിരിക്കും അത്? തീർച്ചയായിട്ടും അയാളുടെ മുഖ്യ സവിശേഷകം അഥവാ കാർഡിനൽ ട്രേറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ചോദ്യവും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്ത്? നോക്കൂ, ഓപ്ഷൻ എ വികാസത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു ആയിരിക്കുമോ? ഇപ്പൊ ട്വിൻസ് ആണ്, ഇപ്പൊ ട്വിൻസിൽ അവരുടെ ബുദ്ധിശക്തി വളരെ ബന്ധമുള്ളതായിട്ട് കണ്ടെത്തുകയാണ്. ഇപ്പൊ 2 ട്വിൻസ്, അപ്പൊ അവരുടെ ബുദ്ധിശക്തിക്ക് വളരെ ബന്ധമുള്ളതായിട്ട് പരീക്ഷണത്തിൽ കണ്ടെത്തി. അപ്പം പാരിസ്ഥിതിക ഘടകങ്ങളായിരിക്കുമോ? പുറത്തുനിന്നുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ? തീർച്ചയായിട്ടും അല്ല. ഓപ്ഷൻ എ ആവാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഓപ്ഷൻ ബി വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതെ, ഇവിടെ ട്വിൻസ് എന്ന് പറയുമ്പം അവർ ഷെയർ ചെയ്യുന്നത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ജീനുകൾ അവർ ഷെയർ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഉത്തരം വരിക ഏത് തന്നെയാണ്? ഓപ്ഷൻ ബിയിലെ പാരമ്പര്യ ഘടകങ്ങളാവാനാണ് സാധ്യത. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻ സി വികാസത്തെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതും ട്വിൻസുമായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, അപ്പൊ തീർച്ചയായിട്ടും അതല്ല. ഓപ്ഷൻ ഡി വികാസത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. ആ കൾച്ചറൽ ഫാക്ടറും ഈ ട്വിൻസിന്റെ ബുദ്ധിശക്തിയും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പം ഇവിടെ വികാസത്തെ പാരമ്പര്യ ഘടകങ്ങൾ അഥവാ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഒരേ ഭ്രൂണത്തിൽ നിന്ന് വികസിക്കുന്നവരും ഒരേ ജനിതക ഘടന പങ്കിടുന്നവരുമാണ് സമജാത ഇരട്ടകൾ. നമ്മൾ ഇംഗ്ലീഷിൽ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയും. ഇവരുടെ ബുദ്ധിശക്തിയിൽ പ്രകടമായ സാമ്യം കാണപ്പെടുന്നത് വികാസത്തിന്റെ ജനിതക ഘടകങ്ങൾ അഥവാ പാരമ്പര്യ ഘടകങ്ങൾ വഹിക്കുന്ന നിർണായകമായ പങ്കാണ്. അപ്പൊ നോക്കൂ, പാരമ്പര്യവുമായി ലഭിക്കുന്ന ജീനുകളാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയുടെ അടിസ്ഥാന പരിധി നിർണ്ണയിക്കുന്നതെന്ന് ഫ്രാൻസിസ് ഗാർട്ടൺ ഉൾപ്പെടെയുള്ള ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഡെവലപ്മെന്റിൽ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെയും ഹെറിഡിറ്ററി പാരമ്പര്യ ഘടകം, അതായത് പാരിസ്ഥിതിക ഘടകങ്ങളുടെയും പാരമ്പര്യ ഘടകങ്ങളുടെയും പങ്കിനെ കുറിച്ച് വളരെ ചർച്ച നടന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതിൽ പാരമ്പര്യമാണ് സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞതിൽ പ്രശസ്തനാണ് നമ്മുടെ ഫ്രാൻസിസ് ഗാർട്ടൺ ഒക്കെ. നോക്കൂ, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നാൽ പോലും ഈവൻ ഈ 2 ട്വിൻസുകൾ 2 സാഹചര്യങ്ങളിലാണ് വളരുന്നതെങ്കിൽ പോലും അവരിൽ എന്ത് ചാൻസ് ഉണ്ട്? ബുദ്ധിശക്തിയിൽ വളരെ നല്ല രീതിയിൽ സാമ്യത തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വികാസത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഇത് മുഴുവനായിട്ട് പഠിച്ചിട്ട്, അതായത് എക്സാമിന് മുന്നേ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ പോകണം.
അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നോക്കൂ, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പിലാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. അതെ, നമുക്ക് അറിയാം വിവിധ ലോസിലെ വിവിധ നിയമങ്ങളും അവ പുറത്തിറങ്ങിയ വർഷങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ RCA ആക്ട്, ഓപ്ഷൻ ബി RPWA ആക്ട്, ഓപ്ഷൻ സി RTE ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി PWD ആക്ട്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഇപ്പൊ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അഥവാ നമ്മൾ RCI ആക്ട് എന്ന് നമ്മൾ ഇതിനെ ഷോർട്ട് ആക്കി വിളിക്കും അല്ലേ. നമ്മൾ ഓപ്ഷൻ 1 RCI ആക്ട്. നമുക്ക് ഈ ആക്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. 1993 ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കോഴ്സുകൾ നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള 1992 പാർലമെന്റ് പുറത്തിറക്കിയ നിയമമാണ് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 1992 പാർലമെന്റ് ഈ നിയമം പുറത്തിറക്കുന്നത്. 1993 ഇത് നിയമമായിട്ട് പാസ്സാക്കുന്നത്. സോ ഈ ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിനും ഈ മേഖലയിലെ കോഴ്സുകൾ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഗവൺമെന്റ് 1992 പാർലമെന്റ് പുറത്തിറക്കിയ നിയമമാണ് എന്ത്? റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. നോക്കൂ, 1993 ജൂൺ മാസത്തിലാണ് ഈ നിയമം നിലവിൽ വന്നത്. 1993 ജൂണിലാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇപ്പൊ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉറപ്പുവരുത്തുക, പുനരധിവാസ മേഖലയിലെ വിദഗ്ധരുടെ ഒരു കേന്ദ്രീകൃത രജിസ്റ്റർ സൂക്ഷിക്കുക എന്നിവയാണ് ഈ കൗൺസിലിംഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിലെ RPWA ആക്ട് 2016 ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്നതാണ്. ഇപ്പൊ നമ്മള് RCA ആക്ട് ഓപ്ഷൻ എയിൽ വരുന്നതാണ്. ഇനി ഓപ്ഷൻ ബിയിലെ RPW ആക്ട് 2016 ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ, ഇപ്പം PWDക്കാരുടെ അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ RPWD ആക്ട് എന്ന് പറയുന്നത്. 2016 ഈ ആക്ട് നിലവിൽ വന്നത്. ഇനി ഓപ്ഷൻ സിയിൽ ഏതാ ഉള്ളത്? RTE ആക്ട് ആണല്ലേ, നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2009 ഈ ആക്ട് നിലവിൽ വന്നത്. നമുക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആക്ടാണ് നമ്മുടെ RTE ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെയും ഇയർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. 2009 ഈ ആക്ട് നിലവിൽ വന്നത്. ഇനി ഓപ്ഷൻ ഡിയിലെ PWD ആക്ട് നോക്കൂ, 1995 നടപ്പാക്കിയത്. അപ്പൊ 1995 PWD ആക്ട് നടപ്പാക്കിയത്. ഇനി നമുക്ക് ഒന്നുകൂടെ ചോദ്യത്തിലേക്ക് പോയാലോ. എന്തായിരുന്നു ചോദ്യം? ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പാക്കിയ നിയമം ഏത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പുനരധിവാസത്തിനായി 1992 നടപ്പാക്കിയ നിയമം RCI ആക്ട് ആണ് അല്ലേ. ഇത് 1992 പാർലമെന്റ് പാസ്സാക്കുകയും 1993 ജൂൺ മാസത്തിൽ ഇതൊരു ആക്ട് ആയിട്ട് പുറത്തു വരികയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇയർ, വർഷങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കണം. പിന്നെ വരുന്നത് RPWA ആക്ട് ആണ് അല്ലേ, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ആക്ട് ആണ്. ഇത് 2016 ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ RTE ആക്ട് അല്ലെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 2009. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ആക്ട് ആണ് നമ്മുടെ PWD ആക്ട്. PWD ആക്ട് നിലവിൽ വന്നത് 1995. അപ്പം ആക്ടുകളും പാർലമെന്റ് പാസ്സാക്കിയ വർഷങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നോക്കൂ, അടുത്ത ചോദ്യം ഇതാണ്. ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു.
ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ലിംഗനിഷ്പക്ഷത, ഓപ്ഷൻ ബി ലിംഗസമത്വം, ഓപ്ഷൻ സി ലിംഗപക്ഷപാതം ആൻഡ് ഓപ്ഷൻ ഡി ലിംഗവ്യക്തിത്വം. അതെ, ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് വരികയും ആ ക്ലാസ്സിലെ ആൺകുട്ടികളെ മാത്രം ക്ലാസ്സിൻ്റെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികളെ ഒന്നും ടീച്ചർ തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക? അപ്പോൾ നോക്കൂ, എന്താണ് ഈ ലിംഗനിഷ്പക്ഷത? അത് ഇതിന് ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ ഈ ഓരോ ടേമും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. നോക്കൂ, ഈ ജെൻഡർ ബയാസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലിംഗത്തിൽപ്പെട്ടവർക്ക് മാത്രം മുൻഗണന നൽകുകയും മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ബയാസ്, മലയാളത്തിൽ നമ്മൾ ലിംഗപക്ഷാപാതം എന്ന് പറയും. എന്താണ് മലയാളത്തിൽ പറയാ? ലിംഗപക്ഷാപാതം. അപ്പം എന്താ ജെൻഡർ ബയാസ്? ഒരു പ്രത്യേക ലിംഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക, എന്നാൽ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇപ്പം നമുക്കറിയാം, ഈ ചില വീടുകളിലൊക്കെ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ചധികം പ്രാധാന്യം കൊടുക്കുക, എന്നാൽ പെൺകുട്ടികൾക്ക് അത്രമാത്രം പ്രാധാന്യം നൽകാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ലിംഗപക്ഷാപാതം എന്ന് പറയുക. അടുത്താണ് ജെൻഡർ ഈക്വാലിറ്റി. നമ്മൾ മലയാളത്തിൽ അതിനെ ലിംഗസമത്വം എന്ന് പറയും. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവസരങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? നോക്കൂ, വിദ്യാലയങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവസരങ്ങൾ നൽകുക എന്നതാണ് ലിംഗസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ജെൻഡറൽ ന്യൂട്രാലിറ്റി? ജെൻഡറൽ ന്യൂട്രാലിറ്റിന്റെ മലയാളം എന്ന് പറയുന്നത് ലിംഗ നിഷ്പക്ഷതയാണ്. എന്താണ് ഈ ലിംഗനിഷ്പക്ഷത എന്ന് പറയുന്നത്? അതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ മലയാളത്തിൽ നമ്മൾ ലിംഗനിഷ്പക്ഷത എന്ന് പറയുക. അപ്പം നമ്മൾ ജെൻഡർ ബയാസ് പഠിച്ചു അല്ലേ? ഒരു വിഭാഗം ആൾക്കാരെ മാത്രം പരിഗണിച്ച് കാണുന്നതാണ് ജെൻഡർ ബയാസ് അഥവാ ലിംഗപക്ഷാപാതം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ലിംഗസമത്വം പഠിച്ചു. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവസരങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുക. പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി ആണ്, ആണെന്നും ഇല്ല പെണ്ണെന്നും ഇല്ല, എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ അല്ലേ ഒരേപോലെ കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക? ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗ നിഷ്പക്ഷത എന്ന് പറയാം. നിങ്ങൾ ഈ ജെൻഡർ ഈക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും പരസ്പരം മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഇവിടെ തുല്യമായ അവസരങ്ങൾ നൽകുക, ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയാം. ഇനി ജെൻഡർ ഐഡന്റിറ്റി, ലിംഗവ്യക്തിത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് ഈ ലിംഗവ്യക്തിത്വം? അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ലിംഗത്തെക്കുറിച്ച് സ്വയം ബോധവാനായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ലിംഗവ്യക്തിത്വം എന്ന് പറയാം. ഇപ്പം നമുക്കറിയാം സെക്സ് രണ്ടെണ്ണമാണ്, മെയിലും ഫീമെയിലും. നമ്മൾ ജനിക്കുമ്പം ഡോക്ടർ, നമ്മളെ മിഡ് വൈഫ് അസൈൻ ചെയ്യുന്നതാണ് നമ്മളെ സെക്സ്. ജനിക്കുമ്പം രണ്ട് തരത്തിലുള്ള ലിംഗം മാത്രമേ ഒരു വ്യക്തിക്ക് ഉണ്ടാവൂ, മനുഷ്യനുണ്ടാവൂ. ഒന്ന് ആണായിരിക്കാം അല്ലെങ്കിൽ പെണ്ണായിരിക്കാം. ഈ രണ്ട് സെക്ഷൽ ഓർഗൻസ് ആണല്ലോ ഉള്ളൂ. എന്നാൽ ഒരു പ്രായം കഴിയുമ്പം നമ്മൾ ചിലപ്പോൾ സ്ത്രൈണത കൂടുതലായിരിക്കാം, ചില ആൾക്കാർക്കാണെങ്കിൽ പുരുഷന്റെ സ്വഭാവങ്ങൾ കൂടുതലായിരിക്കാം. അപ്പം ഇതൊക്കെ അനുസരിച്ച് ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ ട്രാൻസ് വുമൺ ആണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് മെൻ ആണ് എന്നിങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സ്വയം തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുക? ജെൻഡർ ഐഡന്റിറ്റി അഥവാ ലിംഗ വ്യക്തിത്വം എന്ന് പറയുന്നത്. എൻ്റെ വ്യക്തിത്വം ഞാനാണ് എന്ത് ചെയ്യേണ്ടത്? തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടേംസ് ക്ലിയർ ആയല്ലോ. ജെൻഡർ ബയാസ്, ലിംഗപക്ഷാപാതം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജെൻഡർ ഈക്വാലിറ്റി അഥവാ ലിംഗ സമത്വം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗ നിഷ്പക്ഷതയാണ്. അവസാനത്തത് ജെൻഡർ ഐഡന്റിറ്റി അഥവാ ലിംഗ വ്യക്തിത്വം ആണ്. അപ്പോൾ ഇവിടെ എന്താ അധ്യാപക ചെയ്തത്? ഇവിടെ അധ്യാപക വന്നിട്ട് ആൺകുട്ടികളെ മാത്രമല്ലേ തിരഞ്ഞെടുത്തത്? പെൺകുട്ടികൾക്ക് അവസരം കൊടുത്തോ? ഇല്ല. അധ്യാപിക ഒരു വിഭാഗം ആൾക്കാരെ മാത്രം പരിഗണിക്കുകയും മറ്റേ വിഭാഗത്തെ അവഗണിക്കുകയുമല്ലേ ഇവിടെ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? അതേ, ഓപ്ഷൻ സിയിലെ ലിംഗപക്ഷാപാതമാണ് ആ ടീച്ചർ കാണിച്ചത്. ലിംഗനിഷ്പക്ഷതയാണോ? നിഷ്പക്ഷതയാണെങ്കിൽ ടീച്ചർ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കേണ്ടതല്ലേ?
അതല്ല ചെയ്തത്. ലിംഗസമത്വമാണോ ഇവിടെ കാണിച്ചത്? അതും അല്ല ചെയ്തത്. ലിംഗ വ്യക്തിത്വമല്ല. അപ്പം പക്ഷാവാദമാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പം ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം ഇതാണ്, നോക്കൂ. IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ, അതായത് എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത് ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ഓപ്ഷൻ സി ആത്മാഭിമാന ആവശ്യങ്ങൾ ആൻഡ് ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. അതെന്താ ഈ ശാരീരിക ആവശ്യങ്ങൾ? നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. എന്താണ് ഈ സേഫ്റ്റി അഥവാ സുരക്ഷിതത്വ ആവശ്യങ്ങൾ? നമ്മൾ സേഫ്റ്റി നീഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇനി എന്താണ്? മൂന്നാമത്തതാണ് ആത്മാഭിമാന ആവശ്യങ്ങൾ, സെൽഫ് എസ്റ്റീം എന്ന് പറയും. ഇനി ഓപ്ഷൻ ഡി ഏതാ? ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ടേം വരിക. ഇതൊക്കെ എന്തുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്? അതെ, എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. നമുക്കറിയാം നീഡ്സിന്റെ ഒരു പിരമിഡ് ഉണ്ട് അല്ലേ? 5ഓളം ഒരു വ്യക്തി സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ വേണ്ടി, അതായത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അയാൾ 5ഓളം സ്റ്റെപ്പുകളിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകും. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ വരുന്ന ഭാഗമാണിത്. ഇത് പ്രപ്പൗണ്ട് ചെയ്ത ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരാണ് പ്രപ്പൗണ്ട് ചെയ്തത്? എബ്രഹാം മാസ്ലോ ആണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പൗണ്ട് ചെയ്തത്. നമ്മൾ ആ പിരമിഡ് ഒന്ന് നോക്കിയാലോ, എന്നിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, ഇതാണ് ആ പിരമിഡ് വരുന്നത്. ഈ പിരമിഡിന്റെ ബേസിൽ വരുന്നത്, അതായത് 1898 മുതൽ 1970 വരെ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താന്ന് വെച്ചാൽ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നാണ്. അദ്ദേഹമാണ് ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ഈ ഒരു പിരമിഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ പ്രൊപ്പൗണ്ട് ചെയ്ത വ്യക്തി. നമുക്ക് നോക്കിയാൽ ഇതിന്റെ ബേസിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് നമ്മുടെ ശാരീരികപരമായ ആവശ്യങ്ങൾ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ബേസിക് കാര്യം എന്ന് പറയുന്നത് എന്താ? ശ്വസിക്കാൻ വായു വേണം, പിന്നെയോ കഴിക്കാൻ ഭക്ഷണം വേണം, ധരിക്കാൻ ഡ്രസ്സ് വേണം ഇല്ലേ, വസ്ത്രങ്ങൾ വേണം, മാത്രമല്ല ഒരു ഷെൽട്ടർ, താമസിക്കാൻ ഒരു പാർപ്പിടവും കൂടെ വേണം. ഇതല്ലേ ഒരു വ്യക്തിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ശാരീരിക ആവശ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയുക. നോക്കൂ, എയർ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പിംഗ് ആൻഡ് ക്ലോത്ത്, ഇത്രയൊക്കെയാണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. ഇത് ഈ പിരമിഡിന്റെ ഏറ്റവും ബേസ് ആണ് അല്ലേ, താഴെ ഭാഗത്താണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുക സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. എവിടുന്ന്? നമ്മളെ ഹെൽത്ത്, നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യം, നമ്മളുടെ ജോലി ഇല്ലേ, നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള ജോലി വേണം, നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം തുടങ്ങിയവയൊക്കെ ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ വരും. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ഭദ്രത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ പിരമിഡിന്റെ ഈ ഒരു മേഖലയിലാണ് വരിക. നോക്കൂ, അതിനുശേഷമുള്ളതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. നമ്മളെ സ്നേഹിക്കുക അല്ലേ. ഇവിടെ വരിക പ്രധാനമായിട്ടും നമ്മുടെ ഫാമിലി, നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, കുടുംബാംഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പിന്നെയോ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഇൻറ്റിമസി, നമ്മുടെ പാർട്ട്ണറോട് കൂടെയുള്ള നമ്മുടെ ഇൻറ്റിമസി ഒക്കെയാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിലെ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സിലേക്ക് വരിക. അതിൻ്റെ മേലുള്ളതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഈ സെൽഫ് എസ്റ്റീമിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മളൊക്കെ ആരാണ്? ഒരു ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ? അപ്പം നമ്മൾ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, പിന്നെയോ നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ നേടിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു നമ്മളെ എന്താ പറയുക, നമ്മളൊരു എസ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെ, നമ്മളെ മറ്റുള്ള വ്യക്തികൾ ഒരു ഇൻഡിവിജ്വലായിട്ട് പരിഗണിക്കുകയും അവർ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സെൽഫ് എസ്റ്റീം എന്ന ഘട്ടത്തിലാണ് വരിക. ഇനി ഏറ്റവും അവസാനമാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ഘട്ടം വരുന്നത്. ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിൽ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ ധാർമ്മിക ബോധം, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സർഗാത്മകത, നമ്മുടെ ആക്സെപ്റ്റൻസ്, നമ്മളെ ലൈഫിനെ അല്ലെ എല്ലാ ഘട്ടത്തെയും നമ്മളായിട്ട് തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുക. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ബേസ് ആയിട്ടുള്ള നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ, ഫുഡ്, വാട്ടർ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോവുക സേഫ്റ്റി നീഡ്സിലേക്കാണ് അല്ലേ? എല്ലാം നമ്മൾ സെക്യൂർ ആയിരിക്കണം. നമ്മുടെ സാമ്പത്തിക ഭദ്രത, നമ്മുടെ ഫാമിലി, നമ്മുടെ ഹെൽത്ത്, പിന്നെ നമ്മൾ പോവുക ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കും, നമ്മൾ പാർട്ട്ണർ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽഫ് എസ്റ്റീമാണ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന രീതിക്ക് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റ്. ഏറ്റവും അവസാനം ഇല്ലേ, ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അയാൾ ആഗ്രഹിക്കുന്നത്, അയാളുടെ വിവിധ ഘട്ടങ്ങളിൽ അയാൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ഈ സെൽഫ് ആക്ച്വലൈസേഷനിലാണ്. അവിടെയാണ് ഈ പറഞ്ഞ മൊറാലിറ്റി, ധാർമ്മിക ബോധവും ക്രിയേറ്റിവിറ്റി, നമ്മുടെ സർഗാത്മകതയും നമ്മുടെ അക്സെപ്റ്റൻസും സ്പോണ്ടേനിറ്റിയും ഒക്കെ ഈ ഒരു ഘട്ടത്തിലാണ് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ തീരുമാനിക്കുകയാണ്. അപ്പം ഇവിടെ മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ് വരിക? നമ്മുടെ ജോലി, റെസ്പെക്റ്റ് ഒക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിലാണ് വരിക. നമ്മുടെ എംപ്ലോയ്മെൻറ്റ്, ജോലി, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്സിലല്ലേ നമ്മുടെ ജോലി വരിക. അപ്പം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആത്മാഭിമാന ആവശ്യങ്ങൾ. അതിൻ്റെ ടോപ്പിലുള്ളതാണ് കേട്ടോ ഈ ആത്മസാക്ഷാത്കാരം. ഇംഗ്ലീഷിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് പറയാം. അപ്പം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ക്ലിയർ ആയില്ലേ? അപ്പം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നോക്കൂ, എക്സെപ്ഷണൽ അഥവാ അസാധാരണ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. അതെ, എക്സെപ്ഷണൽ ചിൽഡ്രൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അസാധാരണ കുട്ടികളിൽ പെടാത്തത്? ഓപ്ഷൻ എ പ്രതിഭാധനരായ കുട്ടികളാണോ? ഓപ്ഷൻ ബി മന്ദപഠിതാക്കളാണോ? ഓപ്ഷൻ സി പൊണ്ണത്തടിയുള്ള കുട്ടികളാണോ? ഓപ്ഷൻ ഡി മാനസിക വിമന്ദരായ കുട്ടികളാണോ? ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കൂ, ഓപ്ഷൻ എ പ്രതിഭാധനരായ കുട്ടികൾ. അതെ, വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളെ നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻസ് എന്ന് തന്നെയല്ലേ വിളിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായും അസാധാരണമായ കുട്ടികൾ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ എയിലെ പ്രതിഭാധനരായ കുട്ടികൾ. ശരിയല്ലേ? ഇവിടെ പെടാത്ത കുട്ടികളെയാണ് തിരിച്ചറിയേണ്ടത്. യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ്. ഓപ്ഷൻ ബി മന്ദപഠിതാക്കൾ. അതേ, പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾ. അതും ഈ എക്സെപ്ഷണൽ ചിൽഡ്രനിൽ വരുന്നതല്ലേ, അസാധാരണമായ കുട്ടികളിൽ വരുന്നതല്ലേ. ഇനി ഓപ്ഷൻ സിയിലെ പൊണ്ണത്തടിയുള്ള കുട്ടികൾ, അത് ഈ അസാധാരണമായ ചിൽഡ്രനിൽ വരുമോ? വരാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. ഇനി ഓപ്ഷൻ ഡി മാനസിക വിമന്ദരായ കുട്ടികൾ. അതെ, മെന്റലി കുറച്ച് ലോ ആയിട്ടുള്ള കുട്ടികൾ, അവരും എന്തിൽ വരും? ഈ അസാധാരണമായ കുട്ടികളിൽ വരും. അപ്പം ഇതുമല്ല, ഇതും ശരിയാണ്. എന്തുകൊണ്ട് പൊണ്ണത്തടിയുള്ള കുട്ടികൾ ഈ അസാധാരണമായ കുട്ടികൾ എന്ന ലേബലിൽ ഉൾപ്പെടുന്നില്ല എന്ന് നോക്കിയാലോ? നോക്കൂ, മനഃശാസ്ത്രപരമായി പഠന പ്രക്രിയയിൽ പ്രത്യേക പരിഗണനയോ പരിഷ്കരിച്ച ബോധന രീതികളോ ആവശ്യമായ ശരാശരി നിലവാരത്തിൽ നിന്നും വ്യതിയാനം പുലർത്തുന്ന കുട്ടികളെയാണ് നമ്മൾ അസാധാരണമായ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരാശരി നിലവാരത്തിൽ നിന്ന് വ്യതിയാനം എന്ന് പറയുമ്പോൾ ശരാശരി നിലവാരത്തിൽ നിന്ന് ഉയർന്ന
നിലവാരം പുലർത്തുന്ന കുട്ടികളുമാവാം, ശരാശരി നിലവാരത്തിൽ നിന്ന് താഴ്ന്ന നിലവാരം പുലർത്തുന്ന കുട്ടികളെയും നമ്മൾ ഈ അസാധാരണമായ കുട്ടികളിലാണ് പെടുത്തുക. ഇപ്പം വളരെ പഠനത്തിൽ മിടുക്കരായ മക്കളും എന്നാൽ പഠനത്തിൽ പിന്നോക്കമുള്ള മക്കളും ഒക്കെ അസാധാരണമായ കുട്ടികളിലാണ് ഉൾപ്പെടുക. നോക്കൂ, ശരാശരിയേക്കാൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ള അഥവാ പ്രതിഭാധനരായ കുട്ടികളും നമ്മൾ അവരെ ഗിഫ്റ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ. പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന നമ്മൾ ഇംഗ്ലീഷിൽ സ്ലോ ലേണേഴ്സ് എന്ന് പറയും, മലയാളത്തിൽ അതിൻ്റെ ടേം മന്ദപഠിതാക്കൾ എന്നാണ്. പിന്നെയോ ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന നമ്മൾ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രനും ഒക്കെ എന്തിലാണ് വരിക? ഈ അസാധാരണമായ കുട്ടികൾ അഥവാ എക്സെപ്ഷണൽ ചിൽഡ്രനിലാണ് ഇവരൊക്കെ വരിക. സോ എന്നാൽ പൊണ്ണത്തടി ഒരു ശാരീരിക ആരോഗ്യ അവസ്ഥ മാത്രമല്ലേ, അത് ആ കുട്ടിയെ മാനസിക ശേഷിയെയോ ബുദ്ധിശേഷിയെയോ പഠനശേഷിയെയോ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയുടെ ഇപ്പം മെലിഞ്ഞിരിക്കുക, തടിച്ചിരിക്കുക തുടങ്ങിയ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ ആ കുട്ടിയുടെ ബുദ്ധിശക്തിയെ ബാധിക്കണം, അല്ലെങ്കിൽ പഠന രീതിയെ അത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകമാണോ വളരെ വലിയ രീതിയിൽ? തീർച്ചയായിട്ടും അല്ല. അപ്പം ഇതൊരു വൈകല്യമല്ല. അപ്പം ബുദ്ധിശക്തിയെയോ പഠനശേഷിയെയോ നേരിട്ട് ബാധിക്കുന്ന ഒരു വൈകല്യമല്ല ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്. അപ്പം അസാധാരണമായ എന്ന കുട്ടികൾ എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും വരിക നമ്മുടെ ബുദ്ധിപരം, ശാരീരികം, സാമൂഹികം, വൈകാരികം എന്നിങ്ങനെ 4 തരം വ്യതിയാനങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ബുദ്ധിപരം, ശാരീരികം, സാമൂഹികം, അതുപോലെ തന്നെ വൈകാരികം. ഇപ്പൊ നമ്മളെ കാഴ്ച വൈകല്യമുള്ളവർ, ശ്രവണ വൈകല്യമുള്ളവർ, പഠന വൈകല്യമുള്ളവർ എന്നിവരൊക്കെ എന്ത് ചെയ്യും? ഈ വിഭാഗത്തിൽ പെടും. എന്നാൽ പൊണ്ണത്തടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക, അതായത് അസാധാരണമായ കുട്ടികൾ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് പൊണ്ണത്തടിയുള്ള കുട്ടികളാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ഓളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചോദ്യങ്ങളുടെ ഒപ്പം തന്നെ അവയുടെ വിശദമായ വിശദീകരണങ്ങളും ഒപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഓൾ.